കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ മാനവീയം വീഥി അധിക്ഷേപ പരാമർശത്തിനെതിരെ പ്രതികരണവുമായി മാനവീയം വീഥിയിലെത്തുന്നവർ തങ്ങളുടെ സൗഹൃദ സാംസ്കാരിക അന്തരീക്ഷം തകർക്കാൻ വരരുത് എന്നാണ് രാഷ്ട്രീയ ഭേദമന്യേയുള്ള അഭിപ്രായം. വിജിൻ വായന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജാതി, മത, വർണ്ണ, വർഗ, പ്രായഭേദമില്ലാതെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായും ഒത്തുചേരുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു ഇടമാണ് മാനവീയം വീഥി. ആ മാനവീയം വീഥിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് ഇന്ന് രംഗത്തെത്തിയത്. പൂർണ്ണമായും രാത്രിയും പകലുമെല്ലാം ആഘോഷത്തിൻ്റെ രാവുകളും ഒപ്പം സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു കേന്ദ്രവുമായി പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് മാനവീയം എന്ന് പറയുന്നത്. ഇതിനെതിരായി വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ കേരളത്തിൽ മുഴുവനായും ഉയർന്നു വരികയും ചെയ്യുന്നത്. പ്രത്യേകം മാനവീയം വീഥിയിലും ആ പ്രതിഷേധം ഉയരുകയാണ്. ചേട്ടാ, ഇന്ന് ഈ കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നൊരു പ്രസ്താവന മാനവീയത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു സാംസ്കാരിക ഇടമാണ്. എല്ലാ വയലിൻ, പാട്ട്, നൃത്തം, ചിത്രരചന, ഇതെല്ലാം എല്ലാവരും കൂടുന്ന ഒരു സന്തോഷ. അത് ഈ പറയുന്ന വ്യക്തി ഇവിടെ ഒരു ദിവസം വന്ന് നോക്കണം, ഇവിടെ വന്ന് സഹകരിച്ച് നോക്കണം. എങ്കിൽ ആ മനുഷ്യന് അങ്ങേരെ ഒരു സാധാരണ മനുഷ്യനല്ല. എന്തായാലും പ്രായത്തിന് അതീതമാണ് ഈ കലാകാരന്മാരുടെ കൂട്ടായ്മ, ഒപ്പം യുവജനങ്ങളുടെ കൂട്ടായ്മ, പ്രായം ഉള്ള ആളുകൾ ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ എത്തുന്ന കൂട്ടായ്മ. അവർ പറയുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ചേട്ടാ, ഈ ഇന്ന് മുരളീധരൻ്റെ പ്രസ്താവന കണ്ടിട്ടുണ്ടാവും, അതിലൂടെ വലിയ പ്രതിഷേധം കേരളത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ 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 മോശമായിട്ടുള്ള ഒരു സംസാരമാണ് കെ മുരളീധരൻ അവരുടെ കയ്യിൽ നിന്ന്. ഇത് അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും ഈ മഹാസിറ്റിക്കകത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു പറ്റ ആൾക്കാർ, പ്രായഭേദമന്യേ ഒരു പറ്റ ആൾക്കാർ ഇവിടെ വന്ന് വൈകുന്നേരം കുറേ കാര്യങ്ങൾ, പാട്ട്, എഴുത്ത്, നിങ്ങൾ തന്നെ ഇപ്പം തന്നെ കേട്ടില്ലേ, കൊട്ടും എല്ലാം, കുറേ സന്തോഷം, മനസ്സിനുണ്ടാകുന്ന ഒരു ആഹ്ലാദം. ഇത് മാത്രമേ ഈ വീഥിക്കുള്ളൂ. എല്ലാവരെയും അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും, ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം, കൊച്ചു കുട്ടികൾ വന്നിട്ട് നമുക്ക് നല്ല പ്രായമുള്ള ആൾക്കാരെ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം, ചില കലാകാരന്മാരെ പരിചയപ്പെടാം, കല പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചില ഗുരുക്കന്മാരെ പോലും ചിലപ്പോൾ ഇവിടുന്ന് കിട്ടാം. അങ്ങനെയുള്ളൊരു ഇടം കൂടിയാണ്. അപ്പം മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പുറത്തെല്ലാം ഇതൊക്കെ ഉണ്ട്. വളരെ മോശമായ ഒരു പ്രതികരണമായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ വിഭാഗം ആൾക്കാരും, പ്രായഭേദം ഇല്ലാതെ എല്ലാ വിഭാഗം ആൾക്കാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. മീൻസ് അവരുടെ പല രീതിയിലുള്ള ആശയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പൊതു ഇടമായിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു പഠിക്കുന്ന സമയം മുതൽ ഇവിടെ പലവിധ സാമൂഹിക പ്രവർത്തനങ്ങളിലും എല്ലാം ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനൊരു പ്രസ്താവന ഒരു പൊളിറ്റീഷ്യൻ ഇത്ര ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും വരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ സംഭവം ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറേ എൻജോയ് ചെയ്യാറുണ്ട് ഇവിടെ വന്നിരുന്ന്. അത്ര തന്നെ. കുറേ സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുന്നു, നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രമാണ്. നമുക്കിപ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് റിലീഫ് ആവാം എന്നുള്ള രീതിക്കാണ് വന്നിരിക്കുന്നത്. അതിലുപരി ഇവിടെ വന്നിരുന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രീതിക്കൊന്നും ഞാൻ ഇൻഡോറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഫുള്ളി നമ്മളിപ്പോൾ സൗഹൃദങ്ങൾ മാത്രം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കേരളത്തിലെ തന്നെ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു കേന്ദ്രം, നൈറ്റ് ലൈഫിന് വേണ്ടി തുറന്നു കൊടുത്തൊരു സ്ഥലം കൂടിയാണ്. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, രാവിലെ വരെ ഉള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു അങ്ങനെ ഈ മാനവീയം വീഥിയെ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇതിനൊന്നും എൻ്റെ ഒപ്പീനിയനായിട്ട് പറയുവാണെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ട് എടുത്താൽ പോരെ. നെഗറ്റീവ് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോസിറ്റീവുമായിട്ടുള്ള വശങ്ങളും ഉണ്ടല്ലോ എല്ലാത്തിനും. എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണും. അത് പോസിറ്റീവായിട്ട് എടുക്കാം. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ്റെ അധിക്ഷേപ പരാമർശങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മാനവീയം കളറായി ജാതിഭേദ, വർഗ ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ആഘോഷങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷവും ആ ആഘോഷത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ RK കുമാറിനൊപ്പം വിജിൻ വായാന്തോട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.